ഹായ് ഓൾ, ഗാലക്റ്റിക് ക്വിസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കറണ്ട് അഫയേഴ്സും GKയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ കണ്ട് അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തണേ. അതോടൊപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആദ്യത്തെ ചോദ്യം: ഡേറ്റ വിനിമയത്തിൽ ലോകത്തിൽ ഒന്നാമതെത്തിയ മൊബൈൽ സേവന കമ്പനി? ഉത്തരം റിലയൻസ് ജിയോ. റിലയൻസ് ജിയോയാണ് ഡേറ്റ വിനിമയത്തിൽ ലോകത്തിൽ ഒന്നാമതെത്തിയ മൊബൈൽ സേവന കമ്പനി. രണ്ടാമത്തെ ചോദ്യം: 2024 2020 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ അംബാസിഡറായി നിയമിതനായത് ആരാണ്? ഉത്തരം ഉസൈൻ ബോൾട്ട്. ഉസൈൻ ബോൾട്ടാണ് 2024 2020 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ അംബാസിഡറായി നിയമിതനായത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: 2024 ഫോർമുല 1 ചൈനീസ് ഗ്രാൻഡ് പ്രിയിൽ കിരീടം നേടിയത് ആരാണ്? ഉത്തരം മാക്സ് വെസ്റ്റപ്പൻ. മാക്സ് വെസ്റ്റപ്പനാണ് 2024 ഫോർമുല 1 ചൈനീസ് ഗ്രാൻഡ് പ്രിയിൽ കിരീടം നേടിയത്. നാലാമത്തെ ക്വസ്റ്റ്യൻ: ദേശീയ സുരക്ഷാ സേനയുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ്? ഉത്തരം നളിൻ പ്രഭാത്. നളിൻ പ്രഭാതാണ് ദേശീയ സുരക്ഷാ സേനയുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത്. അഞ്ചാമത്തെ ചോദ്യം: 2024 ഏപ്രിലിൽ ഊർജ പ്രതിസന്ധിയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട തെക്കേ അമേരിക്കൻ രാജ്യം ഏതാണ്? ഉത്തരം ഇക്വഡോർ. ഇക്വഡോറാണ് 2024 ഏപ്രിലിൽ ഊർജ പ്രതിസന്ധിയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട തെക്കേ അമേരിക്കൻ രാജ്യം. അടുത്ത ചോദ്യം: 2024 അണ്ടർ 20 ലോക ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത്? ഉത്തരം ലിമ. പെറുവിലാണ് ലിമ. പെറുവിലെ ലിമയിലാണ് 2024 അണ്ടർ 20 ലോക ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോകുന്നത്. ഏഴാമത്തെ ചോദ്യം: ഐക്യരാഷ്ട്രസഭ കാലാവസ്ഥാ ഏജൻസി റിപ്പോർട്ട് പ്രകാരം 2023 ഏറ്റവും കൂടുതൽ കാലാവസ്ഥാ ദുരന്തങ്ങളുണ്ടായ ഭൂപ്രദേശം ഏതാണ്? ഉത്തരം ഏഷ്യ. ഏഷ്യയാണ് ഐക്യരാഷ്ട്രസഭ കാലാവസ്ഥാ ഏജൻസി റിപ്പോർട്ട് പ്രകാരം 2023 ഏറ്റവും കൂടുതൽ കാലാവസ്ഥാ ദുരന്തങ്ങളുണ്ടായ ഭൂപ്രദേശം. അടുത്ത ചോദ്യം: ISPS കോഡ് ലഭിച്ചതിനു ശേഷം ബേപ്പൂർ തുറമുഖത്തെത്തുന്ന ആദ്യ വിദേശ വിനോദയാത്രാ കപ്പൽ ഏതാണ്? ഉത്തരം ലോഹൻക. ലോഹൻക എന്ന വിദേശ വിനോദയാത്രാ കപ്പലാണ് ISPS കോഡ് ലഭിച്ചതിനു ശേഷം ബേപ്പൂർ തുറമുഖത്തെത്തുന്ന ആദ്യ വിദേശ വിനോദയാത്രാ കപ്പൽ. ഒൻപതാമത്തെ ചോദ്യം: ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഉത്തരം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നതാണ് ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം. ചോദ്യം 10: ചൈൽഡ് ബജറ്റ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരം മധ്യപ്രദേശ്. മധ്യപ്രദേശാണ് ചൈൽഡ് ബജറ്റ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. 11ാമത്തെ ചോദ്യം: ഒരു പ്രത്യേക സസ്യത്തിൻ്റെ മാത്രം സംരക്ഷണത്തിനായി നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഉത്തരം കുറിഞ്ഞിമല. കുറിഞ്ഞിമലയാണ് ഒരു പ്രത്യേക സസ്യത്തിൻ്റെ മാത്രം സംരക്ഷണത്തിനായി നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംരക്ഷണ കേന്ദ്രം. അടുത്ത ചോദ്യം: തിരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ വേഗത്തിൽ അറിയിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? ഉത്തരം വോട്ടർ ടേൺ ഔട്ട് ആപ്പ്. വോട്ടർ ടേൺ ഔട്ട് ആപ്പ് എന്ന ആപ്ലിക്കേഷനാണ് തിരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ വേഗത്തിൽ അറിയിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച ആപ്ലിക്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ: 2024 യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനം എവിടെയാണ്? ഉത്തരം ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ്. ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് ആണ് 2024 യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനം. 14ാമത്തെ ചോദ്യം: ഗുജറാത്തിലെ കച്ചിൽ നിന്ന് കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പിൻ്റേതെന്ന് കരുതുന്ന ഫോസിലിന് ഗവേഷകർ നൽകിയ പേര് എന്താണ്? ഉത്തരം വാസുകി ഇൻഡിക്കസ്. വാസുകി ഇൻഡിക്കസ് എന്നതാണ് ഗുജറാത്തിലെ കച്ചിൽ നിന്ന് കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പിൻ്റേതെന്ന് കരുതുന്ന ഫോസിലിന് ഗവേഷകർ നൽകിയ പേര്. 15ാമത്തെ ചോദ്യം:
2024 ഏപ്രിലിൽ ഇന്ത്യ ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകൾ കയറ്റുമതി ചെയ്ത രാജ്യം ഏതാണ്? ഉത്തരം ഫിലിപ്പീൻസ്. ഫിലിപ്പീൻസ് എന്ന രാജ്യത്തിലേക്കാണ് 2024 ഏപ്രിലിൽ ഇന്ത്യ ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകൾ കയറ്റുമതി ചെയ്തത്. 16ാമത്തെ ചോദ്യം. അടുത്തിടെ സ്വീഡിഷ് ഗവേഷകർ ആറ്റത്തിന്റെ കനത്തിൽ നിർമ്മിച്ച സ്വർണ്ണ പാളിയുടെ പേരെന്താണ്? ഉത്തരം ഗോൾഡൻ. ഗോൾഡൻ എന്നാണ് അടുത്തിടെ സ്വീഡിഷ് ഗവേഷകർ ആറ്റത്തിന്റെ കനത്തിൽ നിർമ്മിച്ച സ്വർണ്ണ പാളിക്ക് നൽകിയിരിക്കുന്ന പേര്. 17ാമത്തെ ചോദ്യം. 3 മുതൽ 6 വയസ്സുവരെയുള്ള അങ്കണവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ പാഠ്യപദ്ധതിയുടെ പേര്? ഉത്തരം ആധാരശില. ആധാരശില എന്നതാണ് 3 മുതൽ 6 വയസ്സുവരെയുള്ള അങ്കണവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ പാഠ്യപദ്ധതിയുടെ പേര്. അടുത്ത ചോദ്യം. 2024 ഏപ്രിലിലെ കണക്കുകൾ പ്രകാരം സൈനിക ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം അമേരിക്ക. അമേരിക്കയാണ് 2024 ഏപ്രിലിലെ കണക്കുകൾ പ്രകാരം സൈനിക ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യം. 19ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ഓയിൽ പാം സംസ്കരണ പ്ലാന്റ് ആരംഭിച്ചത് എവിടെയാണ്? ആൻസർ അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓയിൽ പാം സംസ്കരണ പ്ലാന്റ് ആരംഭിച്ചത്. അവസാന ചോദ്യം. ലോക മലേറിയ ദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 25. ഏപ്രിൽ 25-ാം തീയതിയാണ് ലോക മലേറിയ ദിനം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.